കേരളത്തിന്റെ കാർഷിക രംഗം നേരിടുന്ന തകർച്ച പരിഹരിക്കുവാൻ ആവശ്യമായ നടപടിയെടുക്കുവാൻ UDF സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നമ്മുടെ നാടിന് ചേർന്ന രീതിയല്ല UDF സ്വീകരിക്കുന്നത്. കോൺഗ്രസ് നടപ്പാക്കിയ നയം രാജ്യത്ത് BJPയും തുടരുകയാണ്. ഇതുകൊണ്ട് കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കർഷക സംഘം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ നീക്കം തുടങ്ങി. കേരളം നല്ല രീതിയിൽ പദ്ധതി നടപ്പിലാക്കി വന്നതാണ്. UDF അധികാരത്തിലെത്തിയതോടെ പദ്ധതിക്ക് കേരളം വകയിരുത്തേണ്ട പണം ആ രീതിയിൽ വകയിരുത്തിയിട്ടില്ല. അതിനർത്ഥം പദ്ധതി കേരളത്തിൽ പ്രതിസന്ധിയിലേക്ക് പോകുകയാണെന്നാണ്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ലഭിച്ചതാണ്. പക്ഷേ നടപ്പാക്കാൻ സന്നദ്ധരായില്ല. നരേന്ദ്രമോദി സർക്കാരും നടപ്പിലാക്കാൻ ആലോചിക്കുന്നില്ല. UDF സർക്കാരിന്റെ നിലപാടുകൾ നാടിന്റെ പൊതുരീതിക്ക് ചേരുന്നതല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കൃഷിക്കാർക്ക് നൽകിയിരുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങൾ അത് ഒഴിവാക്കുന്ന അവസ്ഥ വരുന്നു. വൈദ്യുതി ഇളവുണ്ടായിരുന്നു, അത് ആവശ്യമില്ലായ നിലപാടിലേക്ക് എത്തുന്നു. ഇതിനേക്കാളെല്ലാം ഏറ്റവും വലിയ ആഘാതം കാർഷിക രംഗം കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ്. കർഷക വിപണി കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. സംഭരണമടക്കം സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കട്ടപ്പന ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് NV ബേബി അധ്യക്ഷനായിരുന്നു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ്, MM മണി, CV വർഗീസ്, KP മേരി, KS മോഹനൻ, റോമിയോ സെബാസ്റ്റ്യൻ, ജോയിസ് ജോർജ്, VR സജി, മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.